ഓം ശാന്തി. പ്രഭാതമുരളി 31/5/20. റിവൈസ് അവ്യക്ത ബാബ്ദാദ 18/1/86. മനസാശക്തിയും നിർഭയതയുടെ ശക്തിയും. ഇന്ന് വൃക്ഷപതി തൻ്റെ പുതിയ വൃക്ഷത്തിൻ്റെ ഫൗണ്ടേഷനായ കുട്ടികളെ നോക്കുകയാണ്. വൃക്ഷപതി തൻ്റെ വൃക്ഷത്തിൻ്റെ തായ്തടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വൃക്ഷപതിയുടെ പാലനയിൽ വളർന്ന എല്ലാ ശ്രേഷ്ഠരായ ഫലസ്വരൂപരായ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദിദേവൻ തൻ്റെ ആദിരത്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ രത്നത്തിനും അവരവരുടേതായ മഹാനതയും വിശേഷതയും ഉണ്ട്. എന്നാൽ എല്ലാവരും പുതിയ രചനയ്ക്ക് നിമിത്തമായിരിക്കുന്ന വിശേഷ ആത്മാക്കളാണ്. എന്തുകൊണ്ടെന്നാൽ ബാബയെ തിരിച്ചറിയുന്നതിലും ബാബയുടെ കാര്യത്തിൽ സഹയോഗി ആകുന്നതിലും നിമിത്തമായി, പിന്നെ അനേകരുടെ മുന്നിൽ ഉദാഹരണമായിരിക്കുന്നു. ലോകത്തെ നോക്കാതെ പുതിയ ലോകം രചിക്കുന്നയാളെ നോക്കി ലോകത്തിൻ്റെ മുന്നിൽ അചഞ്ചലമായ നിശ്ചയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും തെളിവായി കാണിച്ചു. അതിനാൽ എല്ലാവരും വിശേഷ ആത്മാക്കളാണ്. വിശേഷ ആത്മാക്കളെ വിശേഷ രൂപത്തിൽ, സംഘടിത രൂപത്തിൽ കണ്ടിട്ട് ബാബ്ദാദയും സന്തോഷിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികളുടെ മഹിമയുടെ പാട്ട് പാടുന്നു. ബാബയെ തിരിച്ചറിഞ്ഞു. എന്നാൽ ബാബയോ കുട്ടികൾ ആരായിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ഇഷ്ടപ്പെട്ടു. കാരണം ഹൃദയേശ്വരൻ ഇഷ്ടപ്പെടുന്നത് സത്യമായ ഹൃദയമുള്ളവരെയാണ്. ലോകത്തിൻ്റെ ബുദ്ധി ഇല്ലെങ്കിലും ബാബയ്ക്ക് ലോകത്തിൻ്റെ ബുദ്ധി ഇഷ്ടമല്ല, ഹൃദയമുള്ളവരെയാണ് ഇഷ്ടം. രചയിതാവിനെ അറിയുന്നതിലൂടെ രചനയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം അറിയുന്ന രീതിയിലുള്ള വലിയ ബുദ്ധി ബാബ നൽകിയിട്ടുണ്ട്. അതിനാൽ ബാബ്ദാദ ഇഷ്ടപ്പെടുന്നത് ഹൃദയപൂർവമാണ്. നമ്പറും ഉണ്ടാകുന്നത് സത്യമായ ശുദ്ധമായ ഹൃദയത്തിൻ്റെ ആധാരത്തിലാണ്. സേവനത്തിൻ്റെ ആധാരത്തിലല്ല. സേവനത്തിലും സത്യമായ ഹൃദയത്തോടെ സേവനം ചെയ്തുവോ, അതോ ബുദ്ധിയുടെ മാത്രം ആധാരത്തിൽ സേവനം ചെയ്തോ? ഹൃദയത്തിൻ്റെ ശബ്ദം ഹൃദയം വരെ എത്തുന്നു, ബുദ്ധിയുടെ ശബ്ദം ബുദ്ധി വരെ എത്തുന്നു. ഇന്ന് ബാബ്ദാദ ഹൃദയപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ലിസ്റ്റ് നോക്കുകയായിരുന്നു. ബുദ്ധിപൂർവം കാര്യം ചെയ്യുന്നവർ പേര് സമ്പാദിക്കുന്നു. ഹൃദയപൂർവം കാര്യം ചെയ്യുന്നവർ ആശീർവാദങ്ങൾ സമ്പാദിക്കുന്നു. അപ്പോൾ 2 മാലകൾ ഉണ്ടാവുകയായിരുന്നു. കാരണം ഇന്ന് വദനത്തിൽ അഡ്വാൻസായി പോയ ആത്മാക്കൾ എമർജായിരുന്നു. ആ വിശേഷ ആത്മാക്കൾ ആത്മീയ സംഭാഷണം നടത്തുകയായിരുന്നു. മുഖ്യമായ ആത്മീയ സംഭാഷണം എന്തായിരിക്കും? താങ്കളെല്ലാവരും വിശേഷ ആത്മാക്കളെ എമർജ് ചെയ്തുവല്ലോ. വദനത്തിലും ആത്മീയ സംഭാഷണം നടന്നത് സമയവും സമ്പൂർണതയും തമ്മിൽ എത്രമാത്രം അന്തരം അവശേഷിക്കുന്നു എന്നതാണ്. എത്ര നമ്പർ തയ്യാറായി? നമ്പർ തയ്യാറായോ അതോ ഇനി ആകണമോ? നമ്പർ അനുസരിച്ച് എല്ലാവരും സ്റ്റേജിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അഡ്വാൻസ് പാർട്ടി ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ അഡ്വാൻസിൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കാര്യത്തിൽ വിശേഷമായി എന്ത് സഹയോഗമാണ് നൽകുന്നത്?
അവരും മാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് മാലയാണ് തയ്യാറാക്കുന്നത്? പുതിയ ലോകം ആരംഭിക്കുന്നതിന് ആരുടെയൊക്കെ ജന്മം എവിടെയൊക്കെ ആയിരിക്കും അത് നിശ്ചയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കും അവരുടെ കാര്യത്തിൽ സൂക്ഷ്മ ശക്തിശാലി മനസ്സിൻ്റെ വിശേഷ സഹയോഗം ആവശ്യമാണ്. സ്ഥാപനയ്ക്ക് നിമിത്തമായിരിക്കുന്ന ശക്തിശാലി ആത്മാക്കൾ പാവനമായിരിക്കാം. എന്നാൽ വ്യക്തികളുടെയും പ്രകൃതിയുടെയും വായുമണ്ഡലം തമോ ഗുണിയാണ്. തമോ ഗുണിയുടെ മധ്യത്തിൽ അല്പം സതോഗുണി ആത്മാക്കൾ കമല പുഷ്പത്തെ പോലെയാണ്. അതിനാൽ ഇന്ന് ആത്മീയ സംഭാഷണം നടത്തവേ താങ്കളുടെ അതിസ്നേഹിയായ ശ്രേഷ്ഠ ആത്മാക്കൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയായിരുന്നു, നമ്മുടെ കൂട്ടുകാർക്ക് ഇത്രയും വലിയ സേവനത്തിൻ്റെ സ്മൃതി ഉണ്ടോ? അതോ സെൻറ്ററുകളിൽ തന്നെ ബിസിയായി പോയോ? അതോ സോണിൽ ബിസിയായി പോയോ? ഇത്രയും മുഴുവൻ പ്രകൃതിയുടെയും പരിവർത്തനത്തിൻ്റെ കാര്യവും തമോ ഗുണി സംസ്കാരമുള്ള ഇത്രയും ആത്മാക്കളുടെ വിനാശവും ഏതെങ്കിലും വിധിയിലൂടെ സംഭവിക്കും. എന്നാൽ അപ്രതീക്ഷിതമായ മൃത്യു, അകാല മൃത്യു, സമൂഹ രൂപത്തിലുള്ള മൃത്യു, ആ ആത്മാക്കളുടെ വൈബ്രേഷൻ എത്ര തമോ ഗുണിയായിരിക്കും. അവരെ പരിവർത്തനപ്പെടുത്തുക, പിന്നെ സ്വയം ഇങ്ങനെയുള്ള രക്തപങ്കിലമായ വായുമണ്ഡലത്തിൻ്റെ വൈബ്രേഷനിൽ നിന്നും സുരക്ഷിതമാക്കി വയ്ക്കുക, പിന്നെ ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുക. എന്താ ഇങ്ങനെയുള്ള ഈ വിശാല കാര്യത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടോ? അതോ ആരെങ്കിലും വന്നു പറഞ്ഞു കൊടുത്തു കഴിച്ചു, ഇതിൽ തന്നെ സമയം പോകുന്നില്ലല്ലോ? അവർ ചോദിക്കുകയായിരുന്നു. ഇന്ന് ബാബ്ദാദ അവരുടെ സന്ദേശം കേൾപ്പിക്കുകയാണ്. ഇത്രയും പരിധിയില്ലാത്ത കാര്യം ചെയ്യുന്നതിന് ആരാണ് നിമിത്തമായിരിക്കുന്നത്? അല്ലെങ്കിലും ഒരു ചൊല്ലുണ്ട്, ആരാണോ പൂർത്തിയാക്കിയത് അവർ എല്ലാം ചെയ്തു എന്ന്. അപ്പോഴാണ് പുതിയ രചനയുടെയും യോഗബലത്തിൻ്റെയും ആരംഭമുണ്ടാകുന്നത്. യോഗബലത്തിന് മനസ്സാശക്തിയുടെ ആവശ്യമുണ്ട്. മനസ്സാശക്തി തൻ്റെ സുരക്ഷയ്ക്കുള്ള ഉപാധിയായി മാറും. മനസ്സാശക്തിയിലൂടെ മാത്രമേ തൻ്റെ അന്തിമം സുഖകരമാക്കുന്നതിന് നിമിത്തമാവുകയുള്ളൂ. അല്ലെങ്കിൽ സാകാര സഹയോഗം സമയമനുസരിച്ച്, സാഹചര്യമനുസരിച്ച് പ്രാപ്തമാകാതെയും ഇരിക്കാം. ആ സമയത്ത് മനസ്സാശക്തി, അതായത് ശ്രേഷ്ഠ സങ്കല്പശക്തി, ഒന്നിനോടുള്ള ലൈൻ ക്ലിയർ അല്ലെങ്കിൽ തൻ്റെ ദൗർബല്യങ്ങൾ പശ്ചാത്താപത്തിൻ്റെ രൂപത്തിൽ ഭൂതങ്ങളെപ്പോലെ അനുഭവപ്പെടും. കാരണം സ്മൃതിയിൽ ദൗർബല്യം വരുന്നതിലൂടെ ഭയം ഭൂതത്തെ പോലെ അനുഭവപ്പെടും. ഇപ്പോൾ എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ പോലും അന്തിമത്തിൽ ഭയം അനുഭവപ്പെടും. അതിനാൽ പരിധിയില്ലാത്ത സേവനത്തിനു വേണ്ടിയും തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഇപ്പോൾ തന്നെ മനസ്സാശക്തിയും നിർഭയതയുടെ ശക്തിയും ശേഖരിക്കൂ. അപ്പോൾ മാത്രമേ അന്തിമം സുഖകരമാവുകയും പരിധിയില്ലാത്ത കാര്യത്തിൽ സഹയോഗിയായി പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ രാജ്യ അധികാരിയാവുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ താങ്കളുടെ കൂട്ടുകാർ താങ്കളുടെ സഹയോഗം കാത്തിരിക്കുന്നു. കാര്യങ്ങൾ വേറെ വേറെ ആയിരിക്കാം, എന്നാൽ പരിവർത്തനത്തിന് രണ്ടുപേരും നിമിത്തമാണ്. അവർ തങ്ങളുടെ റിസൾട്ട് കേൾപ്പിക്കുകയായിരുന്നു. അഡ്വാൻസ് പാർട്ടിയിൽ ചിലർ സ്വയം ശ്രേഷ്ഠ ആത്മാക്കളുടെ ആഹ്വാനം ചെയ്യുന്നതിനു വേണ്ടി ആയിക്കൊണ്ടിരിക്കുന്നു. ചിലർ തയ്യാറാക്കുന്നതിൽ മുഴുകിയിരിക്കുന്നു. അവരുടെ സേവനത്തിൻ്റെ ഉപാധിയാണ് മിത്രതയുടെയും സമീപതയുടെയും സംബന്ധം. അതിലൂടെ എമർജ് രൂപത്തിൽ ജ്ഞാന ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ
ജ്ഞാനി ആത്മാവിൻ്റെ സംസ്കാരമായത് കാരണം ശ്രേഷ്ഠ സംസ്കാരവും ശ്രേഷ്ഠ വൈബ്രേഷനും സദാ ഹോളിയും ഹാപ്പിയുമായ മുഖവും പരസ്പരം പ്രേരണ കൊടുക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. വെവ്വേറെ കുടുംബങ്ങളിലായിരിക്കാം, എന്നാൽ ഏതെങ്കിലും സംബന്ധത്തിൻ്റെയോ മിത്രതയുടെയോ ആധാരത്തിൽ പരസ്പരം സമ്പർക്കത്തിൽ വരുന്നതിലൂടെ ആത്മാവ് നോളജ്ഫുൾ ആയത് കാരണം ഇവർ നമ്മുടേതാണ് അല്ലെങ്കിൽ സമീപമുള്ളവരാണ് എന്ന അനുഭൂതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വന്തമാണെന്ന തോന്നലിൻ്റെ ആധാരത്തിൽ പരസ്പരം തിരിച്ചറിയുന്നു. ഇപ്പോൾ സമയം സമീപം വന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ അഡ്വാൻസ് പാർട്ടിയുടെ കാര്യം തീവ്ര വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭാഷണം വദനത്തിൽ നടക്കുകയായിരുന്നു. എന്നാൽ ജഗദംബ എല്ലാ കുട്ടികളോടും 2 മധുരവാക്യങ്ങൾ പറയുകയായിരുന്നു. 2 വാക്കുകളിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. സഫലതയുടെ ആധാരം സദാ സഹനശക്തിയും ഉൾക്കൊള്ളുവാനുള്ള ശക്തിയുമാണ്. ഈ വിശേഷതകളിലൂടെ സഫലത സദാ സഹജവും ശ്രേഷ്ഠവുമായി അനുഭവപ്പെടും. മറ്റുള്ളവരുടേതും കേൾപ്പിക്കട്ടെ. ഇന്നത്തെ മിലനം വിശേഷിച്ച് ചിറ്റ് ചാറ്റിൻ്റെ ദിവസമായിരുന്നു. ഓരോരുത്തരും തൻ്റെ അനുഭവത്തിൻ്റെ വർണ്ണന ചെയ്യുകയായിരുന്നു. ശരി, ഇനി ആരുടേത് കേൾക്കും? വിശ്വ കിഷോർ ഭായിയുടെ എന്ന് മുന്നിലുള്ളവർ പറഞ്ഞു. അദ്ദേഹം അല്ലെങ്കിൽ തന്നെ കുറവാണ് പറയുന്നത്, പക്ഷേ എന്ത് പറയുന്നുവോ അത് ശക്തിശാലിയായി പറയുന്നു. അദ്ദേഹത്തിൻ്റെയും മുഴുവൻ അനുഭവവും ഒരു വാക്കിലായിരുന്നു. ഏതൊരു കാര്യത്തിലും സഫലതയുടെ ആധാരമാണ് ഇളകാത്ത നിശ്ചയവും സമ്പന്നമായ ലഹരിയും. നിശ്ചയം ഇളകാത്തതാണെങ്കിൽ ലഹരി സ്വതവേ മറ്റുള്ളവർക്കും അനുഭവപ്പെടും. അതിനാൽ നിശ്ചയവും ലഹരിയും സഫലതയുടെ ആധാരമായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. സാകാര ബാബയ്ക്ക് ഞാൻ ഭാവിയിലെ വിശ്വമഹാരാജനാകാൻ പോകുന്നു എന്ന നിശ്ചയവും ലഹരിയും സദാ ഉണ്ടായിരുന്നതുപോലെ വിശ്വകിഷോറിനും ഞാൻ ആദ്യത്തെ വിശ്വമഹാരാജാവിൻ്റെ ആദ്യത്തെ പ്രിൻസാണ് എന്ന ലഹരി സദാ ഉണ്ടായിരുന്നു. വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ഈ ലഹരി ഇളകാത്തതായിരുന്നു. അപ്പോൾ സമാനത ഉണ്ടായില്ലേ? കൂടെ ഉണ്ടായിരുന്നവർ ഇങ്ങനെ കണ്ടില്ലേ? ശരി, ദീദി എന്താണ് പറഞ്ഞത്? ദീദി നല്ല രീതിയിൽ ആത്മീയ സംഭാഷണം നടത്തുകയായിരുന്നു. അവർ പറയുകയായിരുന്നു, അങ്ങെന്താണ് എല്ലാവർക്കും യാതൊരു സൂചനയും നൽകാതെ തിരിച്ചു വിളിച്ചത്? അനുവാദം വാങ്ങി തയ്യാറായി വന്നേനെ. താങ്കൾ സമ്മതം കൊടുക്കുമായിരുന്നോ? ബാബ്ദാദ കുട്ടികളോട് ആത്മീയ സംഭാഷണം നടത്തുകയായിരുന്നു. ദേഹസഹിതം ദേഹത്തിൻ്റെ സംബന്ധം, ദേഹത്തിൻ്റെ സംസ്കാരം, എല്ലാവരുടെയും സംബന്ധം ലൗകികമല്ലെങ്കിലും അലൗകികമാണ്. അലൗകിക സംബന്ധത്തിൽ നിന്നും, ദേഹത്തിൽ നിന്നും, സംസ്കാരത്തിൽ നിന്നും നഷ്ടോമോഹ ആകാനുള്ള വിധി ഇതാണ് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളത്. അതിനാൽ അന്തിമത്തിൽ എല്ലാത്തിൽ നിന്നും നഷ്ടോമോഹയായി തൻ്റെ ഡ്യൂട്ടിക്ക് എത്തിച്ചേർന്നു. വിശ്വകിഷോറിന് കുറച്ചൊക്കെ ആദ്യമേ അറിയാമായിരുന്നു. എന്നാൽ പോകേണ്ട സമയമായപ്പോൾ അദ്ദേഹവും മറന്നുപോയിരുന്നു. നഷ്ടമോഹ ആകാനുള്ള ഈ വിധിയും ഡ്രാമയിൽ അടങ്ങിയിരുന്നു. അത് ആവർത്തിച്ചു. കാരണം കുറച്ച് തൻ്റെ പ്രയത്നവും പിന്നെ കുറച്ച് ബാബയും ഡ്രാമയനുസരിച്ച് കർമ്മബന്ധന മുക്തമാക്കുന്നതിൽ സഹയോഗം കൊടുക്കുന്നു. ആരാണോ വളരെ കാലം സഹയോഗി കുട്ടികളായിരുന്നത്, ഒരു ബാബ രണ്ടാമതായി ആരുമില്ല എന്ന മുഖ്യ വിഷയത്തിൽ പാസ്സായിരുന്നത്, ഇങ്ങനെ ഒരു ബാബ എന്ന അനുഭവം ചെയ്യുന്നവർക്ക് ബാബ വിശേഷിച്ച് ഇങ്ങനെയുള്ള സമയത്ത് സഹയോഗം തീർച്ചയായും നൽകുന്നു.
പലരും ചിന്തിക്കുന്നു, ഇവരെല്ലാവരും കർമാതീതമായി കഴിഞ്ഞു. ഇത് തന്നെയാണോ കർമാതീത സ്ഥിതി? എന്നാൽ ഇങ്ങനെയുള്ള ആദിയിലെ സഹയോഗികളായ കുട്ടികൾക്ക് എക്സ്ട്രാ സഹയോഗം ലഭിക്കുന്നു. അതിനാൽ തൻ്റെ പ്രയത്നം കുറച്ച് കുറവായി കാണപ്പെടുകയാണെങ്കിൽ കൂടി ബാബയുടെ സഹായം ആ സമയം അന്തിമത്തിൽ എക്സ്ട്രാ മാർക്ക് നൽകി പാസ് വിത്ത് ഓണർ ആക്കുക തന്നെ ചെയ്യുന്നു. അത് ഗുപ്തമായി സംഭവിക്കുന്നു. അതിനാൽ ഇങ്ങനെയാണോ സംഭവിച്ചത് എന്ന ചോദ്യം ഉയരുന്നു. എന്നാൽ ഇത് സഹയോഗത്തിനുള്ള റിട്ടേൺ ആണ്. ആവശ്യമുള്ള സമയത്ത് ഉപയോഗപ്പെടും എന്ന ചൊല്ലുണ്ടല്ലോ. ആരാണോ ഹൃദയപൂർവ്വം സഹയോഗി ആയിരുന്നത് അവർക്ക് ഇങ്ങനെയുള്ള സമയത്ത് എക്സ്ട്രാ മാർക്ക് റിട്ടേണിൻ്റെ രൂപത്തിൽ പ്രാപ്തമാകുന്നു. മനസ്സിലായോ ഈ രഹസ്യം? അതിനാൽ നഷ്ടോമോഹയുടെ വിധിയിലൂടെ എക്സ്ട്രാ മാർക്സിൻ്റെ ഗിഫ്റ്റിലൂടെയും സഫലത പ്രാപ്തമാക്കി. മനസ്സിലായോ? ചോദിക്കുകയായിരുന്നില്ലേ ഒടുവിൽ എന്താണെന്ന്? അതിന് ഇന്ന് ഈ ആത്മീയ സംഭാഷണം കേൾപ്പിക്കുകയാണ്. ശരി, ദീദി എന്താണ് പറഞ്ഞത്? ദീദിയുടെ അനുഭവം എല്ലാവർക്കും അറിയാം. ദീദി ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, സദാ ബാബയുടെയും ദാദയുടെയും വിരൽ പിടിക്കൂ, അല്ലെങ്കിൽ വിരൽ നൽകൂ. ഒന്നുകിൽ കുട്ടിയായി വിരൽ പിടിക്കൂ, അല്ലെങ്കിൽ അച്ഛനാക്കി വിരൽ കൊടുക്കൂ. രണ്ട് രൂപത്തിലും ഓരോ ചുവടിലും വിരൽ പിടിച്ച് കൂട്ടുകെട്ടിൻ്റെ അനുഭവത്തോടെ നടക്കണം. ഇതാണ് എൻ്റെ സഫലതയുടെ ആധാരം. ഈ വിശേഷ സംഭാഷണമാണ് നടന്നത്. ആദിരത്നങ്ങളുടെ സംഘടനയിൽ ദീദി എങ്ങനെയാണ് ഇല്ലാതിരിക്കുക? അതിനാൽ ദീദിയും എമർജായിരുന്നു. ശരി, ഇതാണ് അഡ്വാൻസ് പാർട്ടിയുടെ കാര്യങ്ങൾ. താങ്കൾ എന്തു ചെയ്യും? അഡ്വാൻസ് പാർട്ടി തങ്ങളുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ അഡ്വാൻസ് ഫോഴ്സ് നിറയ്ക്കൂ. അതിലൂടെ പരിവർത്തനം ചെയ്യുന്ന കാര്യത്തിൻ്റെ കോഴ്സ് സമാപ്തമാകട്ടെ. കാരണം ഫൗണ്ടേഷനാണ് പരിധിയില്ലാത്ത സേവാധാരിയായി പരിധിയില്ലാത്ത ബാബയെ പ്രത്യക്ഷമാക്കുന്നത്. പ്രത്യക്ഷതയുടെ പെരുമ്പറ ഒരേ താളത്തിൽ മുഴങ്ങും. നേടിക്കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ജോലി അവശേഷിക്കുന്നു, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വാക്കുകളിലൂടെ പരിവർത്തനപ്പെടാനുള്ള കാര്യം നടക്കുകയാണ്. ഇനി വൃത്തിയിലൂടെ വൃത്തികൾ മാറട്ടെ, സങ്കല്പത്തിലൂടെ സങ്കല്പങ്ങൾ മാറട്ടെ. ഇപ്പോൾ ഈ റിസർച്ച് ആരംഭിച്ചിട്ടു കൂടിയില്ല. കുറച്ചൊക്കെ ചെയ്തു, പക്ഷേ എന്താകാനാണ്? ഈ സൂക്ഷ്മ സേവനം സ്വതവേ തന്നെ പല ദൗർബല്യങ്ങളിൽ നിന്നും മറികടത്തും. ഇതെങ്ങനെ സംഭവിക്കും എന്ന് വിചാരിക്കുന്നവർ ഈ സേവനത്തിൽ ബിസിയായിരിക്കുമ്പോൾ തൻ്റെ ദൗർബല്യങ്ങൾ തനിക്ക് തന്നെ സ്പഷ്ടമായി അനുഭവപ്പെടുന്ന രീതിയിലുള്ള വായുമണ്ഡലം സ്വതവേ ഉണ്ടാകും. ഈ വായുമണ്ഡലം കാരണം സ്വയം ലജ്ജിച്ച് പരിവർത്തിതരായി മാറും. പറയേണ്ടി വരില്ല. പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലാൻ തയ്യാറാക്കൂ. ജിജ്ഞാസുക്കൾ ഇനിയും വർദ്ധിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. വരുമാനവും വളരെ വർദ്ധിക്കും. അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. കെട്ടിടങ്ങളും ലഭിക്കും. അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. എല്ലാ സിദ്ധികളും ഉണ്ടാകും. സിദ്ധി സ്വരൂപമാക്കുന്ന ഒരു വിധിയാണിത്. ശരി, ശക്തികൾ ധാരാളം പേരുണ്ട്. ആദിയിൽ നിമിത്തമായത് കൂടുതലും ശക്തികളാണ്. ഗോൾഡൻ ജൂബിലിയിലും ശക്തികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. പാണ്ഡവർ എണ്ണത്തിൽ കുറവാണ്. എന്നിരുന്നാലും പാണ്ഡവരാണ്. നല്ലതാണ്. ധൈര്യം വെച്ച് ആദിയിൽ സഹനം ചെയ്തതിൻ്റെ തെളിവ് ഈ ആദിരത്നങ്ങളാണ്. വിഘ്നവിനാശകരായി നിമിത്തമാക്കാനുള്ള കാര്യത്തിൽ അമരന്മാരായിരുന്നു. അതിനാൽ
ബാബ്ദാദയ്ക്കും അവിനാശി അമർ ഭവ എന്ന വരദാനി കുട്ടികൾ സദാ പ്രിയപ്പെട്ടവരാണ്. പിന്നെ ഈ ആദിരത്നങ്ങൾ സ്ഥാപനയുടെയും ആവശ്യകതയുടെ സമയത്തെ സഹയോഗികളാണ്. അതിനാൽ ഇങ്ങനെ നിമിത്തമായിരിക്കുന്ന ആത്മാക്കൾക്ക് ആവശ്യ സമയത്ത് സഹയോഗിയാകുന്ന ആത്മാക്കൾക്ക് പ്രയാസമുള്ള ഏതെങ്കിലും വേള വരുന്ന സമയത്ത് ബാബ്ദാദയും അവർക്ക് അതിൻ്റെ റിട്ടേൺ നൽകുന്നു. അതിനാൽ ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങളിൽ ആരെല്ലാമാണോ നിമിത്തമായത് അവർക്ക് ഈ എക്സ്ട്രാ ഗിഫ്റ്റ് ഡ്രാമയിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ എക്സ്ട്രാ ഗിഫ്റ്റിന് അധികാരിയാണ്. മനസ്സിലായോ? മാതാക്കളുടെ പല തുള്ളി പെരുവെള്ളം എന്നതിലൂടെ സ്ഥാപനയുടെ കാര്യം ആരംഭിച്ചു. ഇപ്പോൾ സഫലതയുടെ സമീപം എത്തിയിരിക്കുന്നു. മാതാക്കളുടെ ഹൃദയത്തിൻ്റെ സമ്പാദ്യമാണ്, തൊഴിലിൻ്റെ സമ്പാദ്യമല്ല. ഹൃദയത്തിൻ്റെ സമ്പാദ്യത്തിൽ 1 1000 തുല്യമാണ്. സ്നേഹത്തിൻ്റെ വിത്തിട്ടു. അതിനാൽ സ്നേഹത്തിൻ്റെ വിത്തിൻ്റെ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാണ്ഡവരും കൂടെയുണ്ട്. പാണ്ഡവരെ കൂടാതെ കാര്യം നടക്കുന്നില്ല. എന്നാൽ കൂടുതൽ സംഖ്യ ശക്തികളുടേതാണ്. അതിനാൽ 5 പാണ്ഡവർ എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിലും പ്രവൃത്തിയെ നിറവേറ്റിക്കൊണ്ട് വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരുമായി മാറി ധൈര്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും തെളിവ് നൽകി. അതിനാൽ പാണ്ഡവരും കുറഞ്ഞവരല്ല. ശക്തികളുടെ സർവശക്തിവാൻ എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പാണ്ഡവർക്ക് പാണ്ഡവപതി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അതിനാൽ എങ്ങനെയാണോ നിമിത്തമായത് അതുപോലെ സദാ നിമിത്തഭാവം സ്മൃതിയിൽ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ശരി. സദാ പദമാപദം ഭാഗ്യത്തിൻ്റെ അധികാരികളും സദാ സഫലതയുടെ അധികാരികളും സദാ സ്വയം ശ്രേഷ്ഠ ആധാരമൂർത്തിയാണ് എന്ന് മനസ്സിലാക്കി സർവരുടെയും ഉദ്ധാരണം ചെയ്യുന്നവരുമായ ശ്രേഷ്ഠ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. അനുഭവങ്ങളുടെ ആഴങ്ങളുടെ പ്രയോഗശാലയിൽ ഇരുന്ന് പുതിയ റിസർച്ച് നടത്തുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ. എപ്പോൾ സ്വയം തന്നിൽ ആദ്യം സർവ അനുഭവങ്ങളും പ്രത്യക്ഷമാകുമോ അപ്പോൾ പ്രത്യക്ഷതയുണ്ടാകും. ഇതിനു വേണ്ടി അന്തർമുഖിയായി ഓർമ്മയുടെ യാത്രയുടെയും ഓരോ പ്രാപ്തിയുടെയും ഗുഹ്യതയിലേക്ക് പോയി റിസർച്ച് ചെയ്യൂ. സങ്കല്പം ധാരണ ചെയ്യൂ. പിന്നെ അതിൻ്റെ പരിണാമവും സിദ്ധിയും നോക്കൂ. എന്ത് സങ്കല്പിച്ചുവോ അത് സിദ്ധമായോ അതോ ഇല്ലയോ എന്ന്. ഇങ്ങനെ അനുഭവങ്ങളുടെ ഗുഹ്യതയുടെ പ്രയോഗശാലയിലിരിക്കൂ. അതിലൂടെ ഇവരെല്ലാവരും ഏതോ വിശേഷ താല്പര്യത്തിൽ മഗ്നവും ഈ ലോകത്തിൽ നിന്നും ഉപരാമവുമാണ് എന്ന് അനുഭവപ്പെടണം. കർമ്മം ചെയ്യുമ്പോഴും യോഗത്തിൻ്റെ പവർഫുൾ സ്റ്റേജിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. വാണിയിൽ വരുന്നതിൻ്റെ അഭ്യാസം ഉള്ളതുപോലെ ആത്മീയതയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ഉണ്ടാക്കൂ. സ്ലോഗൻ. സന്തുഷ്ടതയുടെ സീറ്റിലിരുന്ന് പരിതസ്ഥിതികളെ കളിയായി നോക്കുന്നവർ തന്നെയാണ് സന്തുഷ്ടമണികൾ. ഓം ശാന്തി. മെഡിറ്റേഷൻ. അന്തർമുഖമായി ഞാൻ ബാഹ്യ സങ്കല്പങ്ങളെ ഉപേക്ഷിക്കുന്നു. ദിവ്യവും ചൈതന്യവുമായ എൻ്റെ
ആത്മസ്വരൂപം ചിത്തത്തിൽ തെളിഞ്ഞു വരുന്നു. ഈ ആത്മസ്വരൂപത്തിൽ മനസ്സിനെ സ്ഥിരമാക്കുമ്പോൾ സത്യമായ ശാന്തിക്കും ആനന്ദത്തിനും നിദാനമായ ആത്മസ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയും സുഖവും ആനന്ദവും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ മൗലിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ആത്മസ്ഥിതിയുടെ ഈ ശ്രേഷ്ഠ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അനന്തമായ ഐശ്വര്യ സമ്പത്തുകൾ സംഗമയുഗത്തിൽ പ്രദാനം ചെയ്യുന്ന ശിവപരമാത്മാവിൻ്റെ മംഗളസ്വരൂപം എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്നു. പ്രശാന്ത സുന്ദരമായ നിരാകാരി ലോകത്തിൽ നിരാകാരനായ ശിവപരമാത്മാവിൻ്റെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ഈ ദിവ്യ സാന്നിധ്യം എനിക്ക് അനന്തമായ ആനന്ദം പകർന്നു നൽകുന്നു. സർവജ്ഞനും സർവശക്തിമാനുമായ പരമാത്മാവിനോട് സ്നേഹഭാവം എൻ്റെ ഉള്ളിൽ ഉദയം ചെയ്യുന്നു. ഈ സ്നേഹനിർഭരമായ ആത്മാ പരമാത്മാ കൂടിക്കാഴ്ചയിൽ ചിത്തത്തിലെ സർവ ദൗർബല്യങ്ങളും ക്ഷയിക്കുന്നു. പൂർവജന്മ പാപങ്ങൾ യോഗജ്വാലയിൽ ഭസ്മമാകുന്നു. ആത്മാവ് പരമാത്മാ പ്രാപ്തികളാൽ ഈശ്വരീയ സമ്പത്തിനാൽ സമ്പന്നമായി മാറുന്നു. ഈ ആത്മസമ്പന്നതയുടെയും സംതൃപ്തിയുടെയും സ്വരൂപമായി ഞാൻ ദേഹമാകുന്ന രഥത്തിലെ അകാല സിംഹാസനത്തിൽ വിരാജിക്കുന്നു.